ChatGPT ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ റോൾ അല്ലെങ്കിൽ പേഴ്സോണ കൊടുക്കാം. ലൈക്ക് ChatGPT ആരായിട്ട് ആക്ട് ചെയ്തിട്ടാണ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ടാസ്ക് കൊടുക്കാം, ലൈക്ക് എന്താണ് ChatGPT സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനുശേഷം അതിനു വേണ്ടിയുള്ള ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് കൊടുക്കാം. ലൈക്ക് ആ ടാസ്ക് ഏത് ഫോർമാറ്റിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. മേ ബി ടേബിൾ ആവാം, അല്ലെങ്കിൽ പാരഗ്രാഫ് ആവാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആവാം, അങ്ങനെ എന്തെങ്കിലും. ദെൻ കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാം. ലൈക്ക് റൂൾസ് പറയാം, ഏത് ടോണിലാണ്, ഏത് ലാംഗ്വേജിലാണ്, ഏതൊക്കെ ചാനൽസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ. അതിനുശേഷം ഡെലിവറബിൾസ്, ലൈക്ക് എന്തൊക്കെയാണ് റിസൾട്ടിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത്. ലൈക്ക് കലണ്ടർ ആണെങ്കിൽ അതിൽ ക്യാപ്ഷൻസ് ഉണ്ടാവണം, ഹുക്ക് ഉണ്ടാവണം, കോൾ ടു ആക്ഷൻ ഉണ്ടാവണം, വീഡിയോ, സ്ക്രിപ്റ്റ്, കെറോസൽ പോസ്റ്റ്, ഇങ്ങനെ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഫൈനലി പേർപ്പസ് ചോദിക്കാം. ലൈക്ക് ChatGPT തന്ന റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന്. സോ ഈ ഒരു സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് വേണമെങ്കിൽ കമന്റ് പ്രോംപ്റ്റ്. ഈ ഫോർമാറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്.